എന്തോ പട്ടികൾ അളി വിടണോ? അയ്യോ പട്ടിയത്തേറി തുറന്നു പോയ കാറ്റ്. അങ്ങോട്ട് പോ അങ്ങോട്ടോ അങ്ങോട്ട് പോ. ഓട്ടോ ഒന്നും പഴയ പോലെ ഇല്ല. എന്ത് ചെയ്യാൻ, ജോലിക്ക് പോകണം വേണ്ട ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്ളോഗ് ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ഓട്ടം ഉണ്ടെങ്കിൽ കണ്ടന്റ് ഉള്ളൂ. പിന്നെ മഴയും വേണം, മഴയും ഇല്ല ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ, ജോലിക്ക് പോകണോ വേണ്ടേ? അല്ലേ എന്ത് ചെയ്യാൻ പറ്റും, പോയാലേ പറ്റും. ശരി വാ പോവാം. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് എന്ത് സൊമാറ്റോ നമ്പർ 97 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞത് 19 ജൂലൈ 2024. മണി കറക്റ്റ് 12 മണിയായി. 11 മണിക്ക് ഓൺ ചെയ്ത് 1 മണിക്ക് ഓർഡർ അടിക്കൂല. പിന്നെ ഓർഡർ അടിക്കൂല, അതാണ് വിഷയം. ശരി കാര്യം നേരെ പൂജ വരെ പോ വേറെ ഒന്നും പറയാനല്ലോ, ഓർഡർ അടിക്കണ്ട. ഉച്ചയ്ക്ക് ഭയങ്കര മോശം, വൈകിട്ട് വലിയ കുഴപ്പമില്ല, വൈകിട്ടും ശോകം തന്നെ. അതുകൊണ്ട് നമുക്ക് എന്തായാലും കാര്യമില്ല. ഉള്ള ഓട്ടം ഓടിയിട്ട് വരാം, ഉള്ള പൈസ കൊണ്ട് ജീവിക്കാം അല്ലേ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ. നമ്മൾ എത്ര ശമ്പളം കിട്ടുന്ന വിഷയമില്ല, ആ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കും അതാണ് വിഷയം. ഓക്കെ, അപ്പോൾ പോകാൻ വേറെ വിഷയമൊന്നുമില്ലോ, വേറെ ഒരു വിഷയമില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പം ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. ബാ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. ഓക്കെ പോന്നാ. ഒന്നൊരു ഉഷാറില്ല, ഒരു മടിയായിരിക്കണം. അല്ലെ പറഞ്ഞു, നല്ല ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ രസമായിരിക്കും. ഒന്നും ഓർഡറില്ല, ചുമ്മാ അവിടെ പോയി കുറ്റി അടിച്ചിരിക്കണം. അതാണ് ദേഷ്യം പറഞ്ഞത്. ഇപ്പോൾ ബൈക്കിനകത്ത് ബാഗ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് കുറേ ചോദിച്ചായിരുന്നു, അത് പറഞ്ഞുതരാം. ഇത് സംഭവം ആയിരുന്നില്ല, ഇങ്ങനെ ക്ലിപ്പ് ഇവിടെ ഉണ്ടല്ലോ, ഇതെടുത്ത് വിടണം. ഓക്കെ, അതിനുശേഷം ഈ സംഭവം ഇപ്പോൾ ഇതിൻ്റെ പഴയ യൂബർ ബാഗിലുള്ളതാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഓക്കെ, പിന്നെ വന്നിട്ട് ഇപ്പുറത്ത് അതേപോലെ ഈ സംഭവം കയറ്റി വയ്ക്കുക. ഫുഡ് റെസ്റ്റിൽ, ഇത് ഫുഡ് റെസ്റ്റ് അല്ല, ലേഡീസിൻ്റെ ഫുഡ് റെസ്റ്റ് എന്ന് പറയാം അല്ലേ. ഉഷാറില്ല, ഒന്ന് ഫോമായി വരുമ്പോൾ ശരിയായിക്കോളും. റെയിൻ കോട്ട്, കുപ്പിയിൽ വെള്ളം, പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ വാണിയോ ഇറങ്ങിയേ, പോയിട്ട് രാമേ. കമോൺ ഗൈസ്. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. വേറെ ഒന്നുമില്ല എടുക്കാനായിട്ട്, എല്ലാം അടുത്തല്ലേ, ഫോണും പേഴ്സും ഹെഡ്ഫോണൊക്കെ. ശരി ഓക്കെ, പോയിട്ട് ബൈ, സി. അപ്പോൾ നമുക്ക് നേരെ പൂജപ്പുര മെയിനോട്ട് പോകാം, എപ്പോഴും പറയാൻ പോലെ തന്നെ. ഓക്കെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ചെറിയ ഓർഡറാണ്, അസീസിലാണ്, പൂജപ്പുര അടുത്ത് തന്നെ. റെഡിയായി, വാ അങ്ങോട്ട് പോവാം. കമോൺ. വ്ളോഗാണ്, കാണാറുണ്ടോ വീഡിയോസൊക്കെ? ഇതാണ് ചാനൽ നെയിം, KLTN വ്ളോഗ് സുധീഷ്. കണ്ട് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, സൊമാറ്റോ ഉള്ളതുകൊണ്ട് പോടാ. ഓക്കെ ഓർഡർ അടിക്കുമ്പോഴേ ഉഷാറാവുള്ളൂ, അതുവരെ ഒരുമാതിരി ഡള്ളായിരിക്കും. അതാണ് ഏറ്റവും വലിയ വിഷയം, മനസ്സിലായത്. നമുക്ക് എപ്പോഴും ബിസി ആയിരിക്കണം, ചുമ്മാ ഇരിക്കാൻ പാടില്ല. ബിസി ആയിരുന്നാലേ ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്, ആ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. 5425 ആദ്യം തന്നെ പിക്കഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അടുത്ത് തന്നെ, ഇവിടെ 1 കിലോമീറ്റർ ദൂരമുള്ള പൂജപ്പുര തന്നെ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം വെജ് പൊതിച്ചോറാണ്. മണി ഇപ്പോൾ കറക്റ്റ് 12:30 മണിയായി. മേജർ ചെങ്കുളൂർ മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ല ക്ലൗഡിയാണ്, നല്ല ക്ലൗഡിയുണ്ട്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷേ മഴ പെയ്യുന്നില്ല, അങ്ങനെ നിൽക്കുന്നു. വെയിലില്ല, ആണ് ഏറ്റവും വലിയ കാര്യം. അത് മതി, വെയിലില്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല വർക്ക് ചെയ്യുക സൂപ്പറായിട്ട്. എന്തോ പട്ടികൾ അടി വിടണോ? അടിയാവോ? അടിയാവണം, നമ്മളെ കടിക്കുമെന്തോ. പട്ടികൾ തമ്മിൽ ഭയങ്കര അടി കേട്ടോ, രക്ഷയില്ല. ഓക്കെ, ഇതാണ് വീട്, വൈറ്റ് കളർ വീട്. തുറക്കാം, അകത്ത് ആള് ഉണ്ടല്ലോ. ഈ വീട് തന്നെ, ഇതിൽ 56 വീട് തറഞ്ഞൂടാ. സൊമാറ്റോ ആണേ, തുറക്കാമല്ലോ. ശരി 3 വീട് കാണിക്കണം. ഓക്കെ, അത് വീട് തറഞ്ഞൂടാണ് ഞാൻ. അത് പട്ടിയുണ്ടോ? ഈ പട്ടിയാ? ഓക്കെ ശരി അങ്ങറ്റോ അല്ലേ, എവിടെയാണോ? ഓക്കെ ശരി അനുരൂപ് അല്ലേ? ഓക്കെ ശരി എന്നാൽ. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. അയ്യോ പട്ടിയത്തേറി, തുറന്നു പോയ കാറ്റ്. അങ്ങോട്ട് അങ്ങോട്ടോ അങ്ങോട്ട് ഒളി പോ അങ്ങോട്ട് പോ. ഇവിടെ നിൽക്കില്ല, വീട്ടിൽ കയറല്. ഞാൻ പറഞ്ഞ കേൾക്കോ പട്ടി. അങ്ങോട്ട് പോ പട്ടി, അങ്ങോട്ട് പോ. നല്ല ആൻസർ ഉണ്ടല്ലേ? ഇപ്പം കുറഞ്ഞല്ലേ?
തന്നെ ആള് പാവാണെന്നോ? ഓ തന്നെ ഒന്നും കുടിക്കൂല, ആ പാല് കാച്ചി ഇപ്പാണ് കൊടുത്തത്. മുട്ട എല്ലാം ഉണ്ട് ഉണ്ടല്ലേ. ശരി ശരി. ഇങ്ങനെ സാധനം ചോറ് വേണ്ട, ചോറ് വേണ്ട, മീനിന്റെ കഷ്ണേ കൂട്ടൂ. കൊച്ചു പിള്ളേരെ പോലെ അല്ലേ? പരിപാടി ആസൂത്രണം ചെയ്യായിരുന്നു. ശരിയല്ലേ? ശരി ശരി. ഇന്നാളെ ഒരു ആട്ടോക്കാരൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ്. പിന്നെ ഞാൻ വളർത്തിയിട്ട് മറ്റേ പട്ടി അത് ഇപ്പം അത് നമ്മളെയല്ല, പൂജപ്പറ്റി രവിയുടെ വീടിന്റെ ഓടെ പ്രസവിച്ചു. വിളിച്ചോണ്ട് വന്നു. ശരി ശരി. അവിടെ അടിയായിരുന്നു കുറച്ച് മുമ്പ്, ഭയങ്കര അടിയായിരുന്നു. ഇതും വേറൊരു പട്ടികളായിട്ട്. ഞാൻ കേട്ട ആ ശബ്ദം കേട്ടോ. വേറെ പട്ടി വന്നിരുന്നു, വേറെ ഏരിയയിൽ നിന്ന് വന്ന പട്ടിയായിരുന്നു. അല്ല അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ അത് ഓടി എൻ്റെ പാട്ടിൽ വേറെ പട്ടി, ഒരു പെൺപട്ടിയായിരുന്നു. പണ്ട് വിജയമോനും മില്ലിന്റെ ആരോ വളർത്തി അവര് പോയപ്പോ ഇത് കളഞ്ഞിട്ട് വേറൊരു കാടാൻ വീട്ടിൽ ചെല്ലുമ്പോഴേ പട്ടിയെ കൊണ്ടുപോക്കൂല, കളഞ്ഞിട്ട് പോയി. അതിപ്പോ നമ്മളെ വീട്ടിൽ നമ്മള് ഭക്ഷണം കൊടുക്കും തന്നെ. നമ്മളെ പിന്നെ ഞാൻ അമ്മ കൂട്ടിന് ആളായല്ലോ. എനിക്ക് ആൾ വേണം, മനുഷ്യരെക്കാളും സ്നേഹിക്കും കൂടുതലും. നല്ല സ്നേഹം. പിന്നെ ഞാൻ ഇല്ലെങ്കിലേ പിന്നെ നല്ല കാവലല്ലേ? അതെ പോട്ടെ, വണ്ടി കയറട്ടെ, മാറ്. ആ തന്നെ അല്ലേ? പോട്ടാ പപ്പേസി പോട്ടാ. ആ മാറ് മാറ് പോട്ടാന്നാ. ശരി ഓക്കെ പോയിട്ട് ടാറ്റാ. ഇപ്പോൾ പുള്ളിയുടെ പേര് ചോദിക്കാൻ പോട്ട് പോയി. ശരി കുഴപ്പമില്ല, കുട്ടാ വിളിക്കാം. കുട്ടാ പോട്ടാ. ഓക്കെ ഇങ്ങോട്ട് പോകാം, ലെഫ്റ്റിലോട്ടല്ലേ? ആദ്യം ഒന്ന് പേടിച്ച് ലൈറ്റായിട്ട് പട്ടി വന്നപ്പോൾ കടിക്കുമോ വന്നു. കടിച്ചില്ല കുറച്ചില്ല, പാവം നല്ല പട്ടി കേട്ടാ. ഇതുപോലെ നല്ല പട്ടികളുണ്ട് ഇഷ്ടം പോലെ. നമ്മളൊന്നും ചെയ്യില്ല, അടുത്തത് മണപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് നല്ല ഭയങ്കര സ്നേഹമായിരിക്കും. കുറച്ചും ഭയങ്കര അടിയായിരുന്നു പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പട്ടികളെ അടി കൂടില്ലേ അങ്ങോട്ട്, മനുഷ്യരെ അടി കൂടുന്നു, യുദ്ധവും വയ്ക്കണം, കൊല്ലണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 24 രൂപ 20 പൈസയാണ്. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ പൂജപ്പര മെയിൻ റോഡ് പോകാം എപ്പോഴും പോലെ. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ലാമിയാണ്. ഇവിടെ അടുത്തില്ല പൂജപ്പര, നേരെ റൈറ്റ് പോകണം. ഓക്കെ ഇതാണ് ലാമിയ റെസ്റ്റോറൻറ്റ്, റൈറ്റ് സൈഡ് കാണുന്നത്. ഓക്കെ ഇവിടെ വണ്ടി ഒതുക്കിയല്ലോ. റീച്ച് ലൊക്കേഷൻ റെഡി ആയില്ല, 9 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. 9739 ഇത് തന്നെ. ഓക്കെ റെഡിയായി. ഓക്കെ ഓർഡർ പിക്ക്ഡ്. ഇപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 12:50 ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡറാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുര തന്നെ, എൻ്റെ വീടിന് അടുത്ത് തന്നെ. ഇവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം എഗ് മസാലയാണ്. ഓക്കെ ലൊക്കേഷൻ തറായി ഹൗസ് നമ്പർ 67 ഇവിടെ എവിടെ വരും? ഇവിടെയാണ് കാണിക്കുന്നത്. ഓക്കെ ഇവിടെ തന്നെ. അത് വീടാണ് 67. റൈറ്റാ ലെഫ്റ്റാ? കോൾ ബിസി ആണല്ലോ, എന്ത് ചെയ്യാൻ? അകത്ത് കയറണോ? ഹലോ ഇങ്ങോട്ട് വിളിച്ചു നോക്കാം അല്ലേ? ഹലോ ഹലോ ആളില്ലേ? സൊമാറ്റോയാണേ ഇവിടെ അല്ലേ? ആ കുഴപ്പമില്ല, ശരിയാണ്. പോന്നാ ഓർഡർ കൊടുത്തെങ്ങനെയൊക്കെയോ. പക്ഷേ എൻ്റെ അമ്മ അകത്ത് പട്ടി ഉണ്ടായിരുന്നല്ലേ, ഇഷ്ടപ്പെട്ട അകത്ത് പോകാത്തത്. ഓക്കെ ഓർഡർ ഡെലിവർ. വണ്ടി ലുക്ക് അല്ലേ, ഒരു രക്ഷയില്ല. എന്തൊരു സ്റ്റൈലിഷ് ആയിരുന്നല്ലേ, ഒരു വലിയ സൂപ്പർ ബൈക്ക് പോലെ ലുക്ക് അല്ലേ, പക്ഷേ ചെറിയ വണ്ടിയാണ്. ഓക്കെ പോന്നാ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 24 രൂപ 31 പൈസയാണ്. ഇന്നല്ലെങ്കിൽ നാളെ വരും, നാളില്ലെങ്കിൽ മറ്റന്നാൾ വരും. എന്ത് വരും? നമ്മളെ ജീവിതം മാറുന്ന സിറ്റുവേഷൻ വരും. വിശ്വാസം മാത്രം കൈവിടല്ലേ ടോണിക്കുട്ടാ. എന്താണ് ഇവിടെ പ്രശ്നം? ബാറിൽ അടിയായ കേസുകളായ ആംബുലൻസ് വന്നിരിക്കണം. ആംബുലൻസ് വന്നെങ്കിൽ ആർക്കും അടി വൃത്തിയായി കെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് സ്ഥിരമുള്ളത് തന്നെ, ബാറിനകത്ത് അടി ഉണ്ടാവണത്. ഉണ്ടാകും കുടിച്ചിട്ട് പോകില്ല, കുടിച്ച് കഴിഞ്ഞാൽ വാ ചുമ്മാരിക്കില്ല, എന്തെങ്കിലും പറയും അങ്ങോട്ടും ഇങ്ങോട്ട് അടിയാവും. ഓക്കെ പൂജപ്പുര ജംഗ്ഷൻ എത്തി. നിൽക്കാം, ഒരു 10 മിനിറ്റ് നോക്കാം, ഇല്ലെങ്കിൽ സ്ഥലം മാറ്റിയേക്കാം. ഓക്കെ നമുക്ക് സ്ഥലം മാറ്റിയാലോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഓർഡറിങ്ങില്ല, അങ്ങോട്ട് പോകാൻ ഇപ്പോഴും പോലെ ജഗതി വഴിയേക്കാട് പോകാം അല്ലേ? ജഗതി പോയാൽ ഓർഡർ അടിച്ചോളൂ. കമോൺ കൊയ്ക്ക്. എന്തോന്ന് ഉഷാറേ ഇല്ല, ഭയങ്കര ബോറിംഗ് ആയിരിക്കണം. ഓക്കെ നമ്മളങ്ങനെ ബേക്കറീസ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിൽക്കുക, എവിടെയെങ്കിലും പോയി വാ. ഇനി എവിടെ പോകാൻ വയ്യ എനിക്ക്. ഇവിടെ നിൽക്കുന്ന ഓർഡർ അടിക്കാൻ അടിക്കട്ട്, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാം. ഓക്കെ അങ്ങനെ ഐശ്വര്യമായിട്ട് 3ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. റബൽ ഫുഡ്സ്. അയ്യോ ചെറിയ ഓർഡർ അടിക്കണമെല്ലാം ചെറിയ ഓർഡർ അടിച്ചു. എന്നമേ എന്നാല ഉള്ള പുതുത് തന്നാല ഏതോ നാനോ വളരെ. എവിടെ കൊണ്ട് വണ്ടി വയ്ക്കാം? ഈ സൈഡിൽ വയ്ക്കാം. ഓക്കെ റീച്ച് ലൊക്കേഷൻ. സംഭവം OTP ചോദിക്കണം. OTP ചോദിക്കുമല്ലോ സാറിന്. എന്താണിത് സംഭവം ഒന്നും മനസ്സിലാവുള്ളൂ. ഇങ്ങനെയൊക്കെ വരുമല്ലോ. സാറിന് റെസ്റ്റോറൻറ്റ് പേര് കാണിക്കും, പിന്നെ റെഡി വന്നാൽ വരും, ഇത്ര തന്നെ. വാ കയറി ചോദിച്ചു നോക്കാം. ഒരു പിടി കിട്ടണില്ല, റെഡിയും വരില്ല, ഓർഡർ ഐറ്റവും കാണിക്കണില്ല. എന്താണ് സംഭവം മനസ്സിലാവണില്ല. മോദം നല്ല തിരക്കാണല്ലോ ഇവിടെ. റെഡി ആവുമല്ലേ ജന്മത്ത്? ഈ സാധനം ഇതെന്താണ് ഈ ഓർഡർ ഇവിടത്തെയാണോ? ആയിട്ടില്ലല്ലോ. റെഡി വരും അങ്ങനെ അറിയാൻ പറ്റുമോ റെഡി വരുന്നത്? ശരി പറയണേ.
ഓക്കെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഓർഡർ ക്യാൻസലായി. കിട്ടിയത് 10 രൂപ. എത്ര കിട്ടി? 10 20 നോട്ടെ. 20 കിട്ടി, കുഴപ്പമില്ല. അതെങ്കിലും ആവുന്നുണ്ട്. 20 രൂപയ്ക്കുള്ള ഓർഡർ ക്യാൻസലായപ്പോൾ 20 കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓട്ടം ഇല്ലല്ലോ. ശരി, ഇപ്പോൾ എങ്ങോട്ട് പോകാൻ? ഇവിടെ നിൽക്കുന്ന വേറെ എവിടെയെങ്കിലും പോകണോ? എന്ത് ചെയ്യാൻ? ഹായ്. ഓക്കെ, വർക്ക് ചെയ്യ. സ്വിഗ്ഗിയാ? ഓർഡർ അടിച്ചാ? മറ്റേ ഇതുകൊണ്ട് ഓർഡർ അടിച്ച് ക്യാൻസലായി ഇപ്പോൾ. ശരി, പോട്ടെ ഞാൻ. ഓക്കെ, എന്തെങ്കിലും പറയണ്ടോ ക്യാമറയിൽ? ഒന്ന് ലൈഫ് അടിച്ച് പൊളിക്കണം കാഴ്ച പറ. ഓക്കെ, ഫുൾ ടൈം സ്വിഗ്ഗി. ഓക്കെ, പോടാ. ശരി, എന്നാ പേരെന്താണ്? മിഥുൻ. ഓക്കെ, ശരി. ഓക്കെ ഓക്കെ, അപ്പോൾ പോന്നാ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എവിടെ പോയി നിൽക്കാൻ ഭയങ്കര ഷോകം കേട്ടോ. ഓർഡർ ഒന്നും അടിക്കണില്ല. അയ്യോ, കലി വളവാണ്. അടുത്ത ഓർഡർ അടിച്ചു. അവിടെ ശ്രീ ഐശ്വര്യ വഴുതക്കാടാ. ശരി, വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങോട്ട് പോകാം. നമ്മളങ്ങനെ വഴുതക്കാടെത്തി. ഓക്കെ, റെഡിയായി ഓർഡർ. അപ്പോൾ എടുക്കാം. എവിടെ 7690 അത് തന്നെ. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. മണി ഇപ്പോൾ കറക്റ്റ് 1:50 ആയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മഞ്ചൂരാണ്. ഇവിടെ നിന്ന് 3.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം 2 കർഡ് റൈസാണ്. തൈര് സാധനം എന്ന് പറയും തമിഴിൽ. തൈര് ചോറ്. ആപ്പടെ 3 ഓർഡർ ആയുള്ളൂ. ഒരു ഓർഡർ ക്യാൻസലായി. ഓക്കെ, നമ്മൾ മഞ്ചൂർ എത്താറായി. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്. ഇവിടെ റൈറ്റ്. അയ്യോ, അങ്ങോട്ട് വണ്ടി പോകൂലേ? എനിക്ക് ഇറങ്ങി പോകേണ്ടി വരുമല്ലോ. ഇവിടെ ബോർഡ് നോക്കിയത് നേരത്തെ. എന്ത് ചെയ്യാൻ? ഇവിടെ നിന്നൊരു 100 മീറ്റർ ദൂരമേ ഉള്ളൂ. നടന്ന് പോയിട്ട് വരണോ? വാ, നടന്നു പോവാം. നടന്നു പോകാലോ വാക്കിങ്. ഓക്കെ, എത്താറായി വീട്. ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ കറങ്ങി പോകണമെങ്കിൽ 1 കിലോമീറ്റർ നഷ്ടമാണ് നമുക്ക്. അതുകൊണ്ട് മതി. ഒന്ന് മരിച്ച് നട്ടിച്ചിരിക്കണം റോഡിൽ. വഴി കുഞ്ഞ് പുരുഷി എന്നെ അനുഗ്രഹിക്കണം. കുറച്ചും ഒരാളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ചോദിച്ചു ക്യാമറ കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി വെച്ച് തുടങ്ങിയിട്ട് എത്ര ദിവസമായിരുന്നു? ഞാൻ പറഞ്ഞു ഒരു കോവിഡ് സമയത്ത് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ആ പുള്ളി വെച്ച് എത്ര സബ്സ്ക്രൈബർ ആയിരുന്നു? അന്ന് 40,000 ആയി. ഇത്രയും ദിവസമായിട്ട് ഇത്ര ആയുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു എന്ത് പറയാം, ചെറിയൊരു വിഷമം എന്ന് പറയാൻ പറ്റില്ല. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യം പറയാലോ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മൾ കുറവുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് വിഷയമില്ല. പക്ഷേ വെളിയിൽ കാണുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടാണ്. സത്യം പറഞ്ഞാൽ അതങ്ങനെ പറയാൻ പാടില്ല ആരെടുത്താലും. എൻ്റെ അടുത്തല്ല, ആരുടെ പറയാൻ പാടില്ല. കാരണം ഓരോരുത്തർ കഷ്ടപ്പെട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രോഗ്രസ്സാണ് അവർ കാണുന്നത്. അപ്പോൾ ആ പ്രോഗ്രസ് അവർക്കത് വലുതാണ്. ചിലർക്കത് വെറുതെ ഒരു പുച്ഛമായിരിക്കാം. എനിക്ക് വേണമെങ്കിൽ തിരിച്ച് ചോദിക്കുകയായിരുന്നു, നിങ്ങൾ ഇത്ര വർഷം സൊമാറ്റോ വർക്ക് ചെയ്യില്ല എന്നുണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇത്ര തന്നെ. എവിടെ ഫസ്റ്റ് നമ്പർ 1 238 എവിടെ വരും? എവിടെയാണ് 238 പറഞ്ഞത്? കുറച്ച് ബാക്കിലാണ്. 238 തീരെ ഫ്രണ്ടിലായിപ്പോയി. സുധീഷ് നോക്കിയപ്പോൾ ബൈക്കെല്ലാം നടന്നാണ് പോകുന്നത്. വെറുതെ കിടന്ന് അലയില്ല, ആവശ്യമില്ലാതെ കിടന്ന്. കണ്ടല്ലോ, ഇവിടെയാണ് കാണിക്കണത്. പോയി നോക്കാം പാ. അയ്യോ, വണ്ടി ഇല്ലാത്തതുകൊണ്ട് നടക്കുമ്പോഴാണ് അറിയണത് എന്ത് സ്ലോ ആണെന്നുള്ളത്. ഓക്കെ, ഇവിടെ ആയിരിക്കാം നമുക്ക് ഇത് തന്നെ വീട്. ഓക്കെ, ഇവിടെ തന്നെ സൊമാറ്റോ ആണേ. ഓക്കെ, എന്നാൽ താങ്ക് യു. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 44.28 പൈസയാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പോവാം, നടന്നതിനെ പോവാം. ഓക്കെ, ബാ. കമോൺ ഗൈസ്, എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും നെഗറ്റീവായ കമൻറ്റ്സ് വന്നാലും നമ്മൾ താഴ്ത്താൻ നോക്കിയാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അത് ജയിക്കും ഉറപ്പുണ്ടെങ്കിൽ ജയിക്കും, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല അല്ലേ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്. അയ്യോ, ആര് വീണ്? അയ്യോ, എന്ത് പറ്റി അങ്ങേർക്ക്? അപ്പോൾ നേരെ കണ്ടൊരു മാമ വീണ്. വണ്ടി ഇടിച്ചല്ലോ, സ്ലിപ്പായി വീണ് കേട്ടാ. പാവം, ഇവിടുത്തെ ആൾ തന്നെ. ഞാൻ ദൂരെ കണ്ടപ്പോൾ പെട്ടെന്ന് സ്ലിപ്പായി അങ്ങനെ വീണു. വേറെ കുഴപ്പമൊന്നുമില്ല. പാവം. ഓക്കെ, ഇപ്പോൾ എങ്ങോട്ട് പോകാൻ? വഞ്ചൂർ നിൽക്കണല്ലേ? റൈറ്റ് പോകണം ലെഫ്റ്റ് പോകണം? റൈറ്റ് പോകാം അല്ലേ? ബാ. എനിക്കിപ്പോൾ ഉണ്ടായ സംഭവം തന്നെ കുറേ പേർ നടന്നു കാണും അല്ലേ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി ജോലിക്ക് പോയി കാണും. ആ ജോലിക്ക് പോകാൻ നേരത്തെ ചെറിയ ശമ്പളമായിരിക്കാം. അപ്പോൾ ആരെങ്കിലും ബന്ധുക്കൾ കൂട്ടുകാർ കാണുമ്പോൾ ചോദിക്കട്ടെ, എത്ര ദിവസമായി വർക്ക് ചെയ്യേണ്ടത്? വലിയ ശമ്പളമൊന്നും ഇല്ല, ഇത് വേറെ പണിക്കില്ല പോകുന്നവരെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവമാണ്. അപ്പോൾ ഇതുപോലെ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ, വേറെ ഒന്നുമില്ല. ഇത് ഈ കാതിൽ കേട്ട് ആ കാതിൽ വിടുക, അത്ര തന്നെ. നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെ എയിം കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. അത് എന്തായാലും ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ. അതിനുവേണ്ടി മാക്സിമം കഷ്ടപ്പെടുക. അപ്പോൾ ഇതാണ് മെസ്സേജ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് കേരള ഹൗസ് ഫാമിലി റെസ്റ്റോറൻറ്റ് സ്റ്റാച്യൂവിൽ പോകണം. ഭയങ്കര മോശം കേട്ടോ. അയ്യോ, ചെറിയ ഓർഡർ. ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യാൻ? 21 രൂപ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോവാൻ. പിന്നെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഓർഡർ കൊടുക്കാൻ 2 കിലോമീറ്റർ. മൊത്തം 4 കിലോമീറ്റർ ഓടിയ കെട്ടുന്ന 21 രൂപയാണ്. ബാ, പോവാം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഓടിയിലേ പറ്റൂ. ബാ, പോവാം. കമോൺ, കൊയ്ക്ക്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾ പോലെയായി. ഓക്കെ, ഇവിടെ കൊണ്ട് വണ്ടി വെച്ചാൽ വിളയ്ക്കാൻ പറ്റുമോ? ഈ സൈഡിൽ വയ്ക്കാൻ കുഴപ്പമില്ല. ഓക്കെ, റീച്ച് ലൊക്കേഷൻ. റെഡി ആയില്ല, 7 മിനിറ്റോ. ഓക്കെ, റെഡി വന്നു. ബാ. 9009 ഇത് തന്നെ.
അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അഗൈൻ മഞ്ചൂരാണ്. ഇവിടുന്ന് 1.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഫിഷ് കറി മീൽസ്, പിന്നെ നെത്തോലി ഫ്രൈ ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 2:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുവരെ മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 150 കാണോ? അത്രേ കാണുള്ളൂ. ഇപ്പോൾ മൊത്തം 200 രൂപയ്ക്ക് ഓടും. 100 രൂപ പെട്രോളിൽ പോയാൽ 100 രൂപ കൈ വരും. സൂപ്പർ, അടിപൊളി ആണീസല്ലേ. 100 രൂപ വെച്ച് എന്തൊക്കെ ചെയ്യാം. 100 രൂപയ്ക്ക് എത്ര കപ്പലണ്ടി വാങ്ങിക്കാം, 100 രൂപയ്ക്ക് എത്ര ഏത്തപ്പഴം വാങ്ങിക്കാം, 2 കിലോ ഏത്തപ്പഴം വാങ്ങിക്കാം, 100 രൂപയ്ക്ക് മീൽസ് കഴിക്കാം. പോരെ, ഇതൊക്കെയാണ് ജീവിതങ്ങൾ. മനസ്സിലായി, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ ഇതുപോലെ സിറ്റുവേഷനിലൊക്കെ മാക്സിമം കോമഡി പറഞ്ഞ് എൻജോയ് ചെയ്യണം. ടെൻഷൻ ആകാൻ പാടില്ല. ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവായി പോകും. നെഗറ്റീവ് അടിക്കാതെ മാക്സിമം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയോ എല്ലാം ശരിയായി ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, ലൊക്കേഷൻ എത്താറ എവിടെയാണ് പറഞ്ഞത്? കവിതാ ബിൽഡിംഗ്. എവിടെയാണ് കവിതാ ബിൽഡിംഗ് പറഞ്ഞത്? അവിടെ മാപ്പ് നോട്ട്. നേരെ പോയി ലെഫ്റ്റ്. ഇവിടെയാണ് കാണിക്കണത് മാപ്പ്. ഇവിടെയാണോ? ഓക്കെ. ഷോബി ജോസഫ് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, ഇപ്പോൾ കേട്ടി ഓർഡർ പേയ്മെൻറ്റ് 24 രൂപ 39 പൈസയാണ്. ശരി, ഇപ്പോൾ എങ്ങോട്ട് പോകാൻ? പറ സുധീഷ, എങ്ങോട്ട് പോകാൻ? നേരെ പോകാനാ? കുഴിക്കത്തിറങ്ങി. അയ്യോ, കയറി രക്ഷപ്പെട്ട്. ഇപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോകാം? മഞ്ചൂർ പോയി കഴിഞ്ഞാൽ ശരി, നേരെ പോകാം. അവിടെ പോയി നിൽക്കാം. എവിടെയെങ്കിലും പോയി നിൽക്കാം. സ്ഥലമൊന്നും പറയാൻ പറ്റുന്നില്ല. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സ്റ്റീം പോട്ട് മഞ്ചൂർ അടുത്തിന്. അവിടെ നിൽക്കുമ്പോൾ അടിച്ചുകൂടെ? അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി 500 മീറ്റർ. ശരി, ബാക്ക് എടുക്കാം. ഇപ്പോൾ ഇടിച്ചാൽ ജസ്റ്റ് മിസ്. ബാക്ക് വരല്. കൺതോങ്കും നേരം പാർത്ത് കടവുൾ കൊണ്ട് കേൾക്കുന്നത്. റീച്ച് ലൊക്കേഷൻ. റെഡി ആയാലും 9 മിനിറ്റ് ആവും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡിയായി ഓർഡർ. എടുക്കാം. നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ മണി 3 ആയില്ലേ? 1373 അത് തന്നെ. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. അപ്പോൾ ലാസ്റ്റ് ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞുകൊണ്ട് നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മെഡിക്കൽ കോളേജാണ്. ഇവിടുന്ന് 4.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഫിഷ് പൊതിച്ചോറല്ല, സാധാ ചോറ്. പൊതിച്ചോറ് പ്ലസ് ഓംലെറ്റ് ആണ്. ഓംലെറ്റ് എന്ന് പറയുമ്പോൾ കൊതിയാവണം. എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇന്ന് കൊതി കൊണ്ടാണ് ഈ ഓർഡർ കൊടുക്കാൻ പോകുന്നത്. കഴിക്കുന്ന ആൾക്കൊന്നും ആവല്ലേ ദൈവമേ. ഇനി ഇവിടെ നാക്കെ വെള്ളം ഊറിച്ച് കൊതി പിടിപ്പിച്ച് എന്റെ വയറ് ചീത്തയാക്കേ പോകണോ? ചുമ്മാ ഫണ്ണ്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചുമ്മാ അന്ധവിശ്വാസമാണ്. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 3 മണി കഴിഞ്ഞിട്ടുണ്ട്. 3 മണിയുള്ളൂ വർക്കിംഗ് ടൈം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വീട്ടിലോട്ടാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് വൈശൂട്ടി വിളിച്ചിട്ട് പോകണം സ്കൂളിൽ നിന്ന്. നമ്മൾ അഗൈൻ മെഡിക്കൽ കോളേജ് എത്തി. കഴിഞ്ഞ വ്ളോഗിൽ മെഡിക്കൽ കോളേജ് ഉണ്ടായത് രാത്രി. ഇപ്പോൾ പകലിലാണ്. നല്ലപോലെ കാണിച്ചു തരാം. ഓക്കെ, നല്ല ഫുൾ ആംബുലൻസ് ആണല്ലോ. അപ്പോൾ ഇതുപോലെ ഹോസ്പിറ്റലിനകത്ത് കയറുമ്പോഴൊക്കെ പതുക്കെ പോകണം. ഹോൺ അടിക്കാൻ പാടില്ല. അതാണ് റൂൾസ്. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം കറക്റ്റായിട്ട്. ഇവിടെ നേരെ റൈറ്റിലാണ് പോകേണ്ടത്. അവിടെ MICU എന്നൊരു വാർഡുണ്ട്. വാർഡാണ്, ബിൽഡിംഗ് ആണ് പറഞ്ഞൂടെ. അവിടെയാണ് പോകേണ്ടത്. അപ്പോൾ ഇതാണ് മെഡിക്കൽ കോളേജ് അമ്മയും കുഞ്ഞും സ്റ്റാച്യു കണ്ടല്ലോ. ഇവിടെ തന്നെ MICU മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. വണ്ടി ഇവിടെ വയ്ക്കാം. ഇതിവിടെയാണ് MICU 2. റൈറ്റ് സൈഡിൽ വണ്ടി പോകില്ലല്ലേ? ശരി. ഓക്കെ. യൂട്യൂബ് ചാനലുണ്ട്. ഏതാണ്? KLTN വ്ളോഗ്. KLTN. നമ്മൾ ടൊമാറ്റോ റൈഡൊക്കെ കാണിക്കാം. ഓക്കെ, ഇതാണ് MICU 2 ബ്ലോക്ക്. നേരെ ഇപ്പോൾ റൈറ്റ് പോകാണ് പറഞ്ഞിരിക്കുന്നത്. ഹലോ, അങ്ങനെ സൊമാറ്റോ ആണ്. എവിടെ എത്തിയിട്ടുണ്ടേ? കാർ പാർക്കിംഗ് അവിടെ നിൽക്കുകയാണ്. ശരി. ഓക്കെ, കസ്റ്റമർ വിളിച്ചായിരുന്നു, പോരാന്ന് പറഞ്ഞ്. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 42 രൂപ 83 പൈസയാണ്. അപ്പോൾ ഓക്കെ, പോകുന്ന വേറെ വിഷയമൊന്നുമില്ല. വേറെ ഒരു വിഷയമില്ല. നേരെ വീട്ടിൽ പോകേണ്ട തന്നെ. വിശക്കുന്നു, ഭയങ്കര വിശപ്പ്, ഒരു രക്ഷയില്ല. അയ്യോ, വയറ് കത്തണേ. നേരെ പോയി വൈശൂട്ടി വിളിക്കണം. സമയമായി 3:30 സ്കൂൾ വിട്ടാണ്. കുഴപ്പമില്ല, അരമണിക്കൂർ അവിടെ നോക്കിയോളൂ. അവിടെ പാർക്കെല്ലാം ഉണ്ട് കളിക്കാനായിട്ട്. ചർക്കുണ്ട്, ഊഞ്ഞാലുണ്ട്. അപ്പോൾ അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കും കുറച്ച് നേരത്തേക്ക്. നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ 1 അരമണിക്കൂർ ആകുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ കണക്ക് പറഞ്ഞിട്ട് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 179 രൂപ 83 പൈസയാണ്. സർജും ഇല്ല, ടിപ്പും ഇല്ല. മൊത്തം കൊടുത്ത ഓർഡർ 5 എണ്ണം. മൊത്തം ലോഗിൻ അവേഴ്സ് 4.5 മണിക്കൂറാണ്. അത് 1 മണിക്കൂർ കൂട്ടണ്ട, 3.5 മണിക്കൂറേ ഉള്ളൂ. അത്ര തന്നെ കണ്ടല്ലോ. പിന്നെ ഓടിയ മൊത്തം കിലോമീറ്റർ എന്ന് പറയണത് 31 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്ര തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വേറെല്ലാം പറയാം. ഇനി പറഞ്ഞിട്ട് കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. ഓക്കെ, നമ്മളതിനെ പൂജപ്പുര എത്തിയിട്ടുണ്ട്. വൈശൂട്ടി സ്കൂളെത്താറായി. വൈഷ്ണവി. ശരി, ബൈ പറ. ഓക്കെ, വൈശൂട്ടി ബാഗ് എടുത്ത് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഓർഡർ പിക്ക്ഡ്. ഇന്ന് വ്ളോഗുണ്ട്. ഹായ് പറ ക്യാമറയിൽ. എങ്ങനെ കയറി ഇരിക്കും? ബാഗ് ഇരിക്കുകയല്ലേ, സ്ഥലം ഉണ്ടായിരിക്കാൻ. നീ കയറ. ഇന്ന് വ്ളോഗുണ്ട്, എടുത്ത് എത്ര തന്നെ. വേറൊന്നും പറയാനില്ല. ഭയങ്കര ഓർഡർ മോശം. വൈശൂട്ടി ഇന്ന് പൈസയെ കിട്ടിയില്ല. ഒന്നും അപ്പയ്ക്ക് ഒന്നും ഓട്ടവും ഇല്ലായിരുന്നു. ഒട്ടും പൈസ കിട്ടിയില്ല. ഭയങ്കര വിഷമമായി പോയി. നീ എന്തെങ്കിലും പറ ഈ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട്. ശരി, വൈശൂട്ടി വലിയ പിള്ളയാകുമ്പോൾ നിറയെ സമ്പാദിച്ചു തരും അല്ലേ പൈസയൊക്കെ. ഓക്കെ, സൂപ്പർ.
ഓക്കെ വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എത്തി. ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറ്, ചീന്തയ്ക്ക തോരൻ, പിന്നെ സാമ്പാർ, പിന്നെ പപ്പടം. സൂപ്പർ. സാമ്പാർ കലക്കി ഒഴിക്കാം. മനുഷ്യൻ തളർന്നു. എപ്പോൾ മണി 4 ലാസ്റ്റ് ഒരു മെഡിക്കൽ കോളേജല്ലേ പോയിട്ടും ലേറ്റാവും. 1/2 മണിക്കൂർ കൂടുതലാവും. 3:30 പെടുത്തിയപ്പോൾ ഫേസ് വാഷ് ചെയ്ത് പോയി 10 മിനിറ്റ് പോയി. അപ്പോൾ അത്ര തന്നെ. വേറെ ഒന്നും പറയാനില്ല. വൈശോടാ വണ്ടിയേപ്പാ വണ്ടിയേപ്പാ. ഞാൻ വൈശോടെ മണി ഇരിക്കാം. നീ എൻ്റെ മണി ഇരിക്കാത്ത ഞാൻ എൻ്റെ മണി. പെട്ടെന്ന് പറ. വണ്ടി അമ്മയാണ്. വാ, സമയം കൊണ്ടിരിക്കണം. അമ്മ എന്താ പറയണ്ട? എന്ത് കഷ്ടം എന്താണ് നഷ്ടം എന്താണ്? ഒவ்வொரு நிமிஷம் ഇത് തമിഴില് ചൊല്ല്. എന്ത് കഷ്ടം എന്താണ് നഷ്ടം എന്താണ്? തമിഴ് പറയാം. വാ. എന്ത് കഷ്ടം എന്താണ് നഷ്ടം എന്താണ്? வாழ்க்கையில் ഒരു കഷ്ടം എന്താണ്? வாழ்க்கையில் എല്ലാ കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് വന്ന് എൻജോയ് பண்ணணும். പെട്ടെന്ന് പറ. സമയം കൊണ്ടിരിക്കുന്നു. കഴിച്ചിറക്കിയാ ഒരു മണിക്കൂർ ആയല്ലോ. வாழவே கூடாதுன்னு நினைக்கிறவங்க முன்னால செம்மையா வாழ்ந்து காட்டும். അതാണ് ലൈഫ് അടിച്ചു പൊളിക്കുക. நம்ம வாழக்கூடாதுன்னு ചില நிறைய പേർ நினைக்கிறாங்க. ഇത് വിജയ ഡയലോഗാണ്. ബിഗിൽ പടത്തിലെ വിജയ ഡയലോഗാണ്. നമ്മൾ ജീവിക്കാനേ പാടില്ല വിചാരിക്കുന്ന മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിക്കണം. അതാണ് ഏറ്റവും വലിയ റിവെഞ്ച്. ഇപ്പൊ ട്രിപ്പ് പോകണ്ട. നമ്മള് ട്രിപ്പ് ഉണ്ട് ഈ മാസം ലാസ്റ്റില്. പോവാം. ട്രിപ്പ് പോകണ്ട എല്ലാവരും ചേർന്ന്. ആൾറെഡി പോയ സ്ഥലം തന്നെ. പിന്നെ ഫാമിലിയോടെ പോകണ്ടേ. ഓക്കെ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. എന്താ ബോറായി വീട് കുറഞ്ഞു പോയി പറഞ്ഞിട്ട്. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം. ഗൈസ് കമോൺ ഗൈസ് കട്ടാക്കി നിൽക്കണം. കമോൺ ഗൈസ് കട്ടൊക്കെ നിൽക്കണം. അടുത്ത വിളിക്കണം. ബൈ.